മുജാഹിദുകൾ അള്ളാഹു ആകാശത്തിലാണ് വാദിച്ചു. മുജാഹിദുകൾ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ്. മുജാഹിദുകൾ അള്ളക്ക് കൈയുണ്ട്, മുജാഹിദുകൾ അള്ളക്ക് കാലുണ്ട്, മുജാഹിദുകളുടെ അള്ളക്ക് അവയവങ്ങളുണ്ട്. അവന്റെ രണ്ട് കൈകളും വലതാണ്. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, യമീനുൻ, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞെറിയുന്നതാണ്. ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അല്ലാഹു എറിയും. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നോ ജഡമുണ്ടെന്നോ ശരീരമുണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ, പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളിയല്ല തോന്നുന്നുണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവരുടെ തക്കവയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളിയല്ല തോന്നുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ പേര് മുജാഹിദെന്നോ അതോ മുൻജാഹിലെന്നോ? ഞാൻ പറഞ്ഞു മുൻജാഹിലാന്ന, പഴയ ജാഹില്. ഇനി വഹാബി